നമസ്കാരം. വീണ്ടും കുരുക്കുമുറുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം. ആ മാസപ്പടി വിവാദത്തിൽ കേരള പോലീസിന് കേസെടുക്കാമെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ആ സത്യവാങ്മൂലത്തിൽ വഞ്ചനാകുറ്റം, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള 5 കുറ്റങ്ങൾ അത് നിലനിൽക്കുന്നതടക്കം ചൂണ്ടിക്കാട്ടി 2 തവണ DGPക്ക് കത്ത് നൽകിയിരുന്നുവെന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ED വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കുരുക്കുമുറുകയാണ്. ED പരിശോധിക്കുന്നത് കള്ളപ്പണ ഇടപാട് മാത്രമാണ്. ഗൂഢാലോചന, വഞ്ചന, അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള കേരള പോലീസിൻ്റെ പരിധിയിൽ വരുന്നവയിൽ കേസെടുക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ ED പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നൽകുന്ന സത്യവാങ്മൂലത്തിൽ അത് തന്നെയാണ് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ മാസപ്പടി കേസ് റദ്ദാക്കണമെന്ന CMRL ഉദ്യോഗസ്ഥരുടെ ഹർജി അത് ബാലിശമാണെന്ന് ED ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ചട്ടങ്ങൾ പാലിച്ചു തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന CMRL കമ്പനിയുടെ വാദം തെറ്റാണെന്ന് തന്നെയാണ് ED ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. 2019 ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയിൽ 133.82 കോടി രൂപയുടെ അനധികൃത ഇടപാട് കണ്ടെത്തിയിരുന്നു. ഇത് തന്നെയാണ് സത്യവാങ്മൂലത്തിൽ ED വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പാരിസ്ഥിതിക അനുമതി നേടേണ്ട വെല്ലുവിളികൾ ഉൾപ്പെടെ CMRL നേരിട്ടുകൊണ്ടിരിക്കുന്നുവെന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനും സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിനും വേണ്ടിയിട്ടാണ് പണമിടപാടുകൾ നടത്തിയത് എന്നുമാണ് പറയപ്പെടുന്നത്. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് CMRL പണം നൽകിയത് ഈ സാഹചര്യത്തിലാണ് എന്നാണ് പറയുന്നത്. ഇക്കാര്യം കമ്പനി അധികൃതർ ആദായ നികുതി വകുപ്പിന് മുന്നിൽ സമ്മതിച്ചിട്ടുമുണ്ട്. വീണ വിജയൻ്റെ എക്സാലോജിക്കിന് 1.72 കോടി നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടിരുന്നുവെന്ന് ED ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുരുക്കുകൾ വളരെ കൃത്യമായി വീണ വിജയൻ മുറുകുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമൊക്കെ ഈ പറയുന്ന പോലെ ഉല്ലാസവാസത്തിന് ശേഷം, വിനോദസഞ്ചാരത്തിനൊക്കെ ശേഷം, വിദേശവാസത്തിനൊക്കെ ശേഷം മടങ്ങി വന്നപ്പോൾ അടുത്ത കുരുക്ക് എന്ന് പറയപ്പെടുന്നത് മാസപ്പടിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ മാസപ്പടി വിവാദം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വീണ വിജയന് മാത്രമല്ല മുഖ്യമന്ത്രിക്കും കുരുക്കായി മാറുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ്. മുഖ്യമന്ത്രി എത്രയൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും ചെയ്ത തെറ്റ് എന്താണെന്ന് വളരെ കൃത്യമായി ED കണ്ടെത്തുക തന്നെ ചെയ്യും. പോലീസിനുള്ള അധികാരം കൂടി ഉപയോഗിച്ചുകൊണ്ട് വേണം ബാക്കിയുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ടത് എന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ ED നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നതും. ഇത്തരത്തിൽ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് നൽകിയ 1.72 കോടി രൂപ എന്തിനെന്ന് CMRL വ്യക്തമാക്കേണ്ടി വരും. അതുകൊണ്ട് അതിലൂടെ അത് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉണ്ടാകുന്ന കേസടക്കം അറസ്റ്റിലേക്ക് പോവുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ എത്രയൊക്കെ മാറി നിന്നാലും കേസിൻ്റെ നൂലാമാലകൾ വിട്ടൊഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും ഒപ്പം മകൾ വീണ വിജയനും കുരുക്കിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.